ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു പെട്ടി വിവാദം രൂപപ്പെട്ടിരിക്കുന്നു. പരിശോധനയുടെ ഭാഗമായി കാറിന്റെ ഡിക്കിയിൽ നിന്ന് പെട്ടി പുറത്തെടുത്ത് പരിശോധിച്ചത് അപമാനിക്കലാണ് എന്ന ആരോപണവുമായി ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതൊരു മറ്റൊരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു. ഇതിൽ ജില്ലാ കളക്ടർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വിപിൻ സി വിജയൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ വടപുറത്തായിരുന്നു വാഹന പരിശോധന ഉണ്ടായിരുന്നത്. വിപിൻ, വടപുറത്ത് ഇപ്പോഴും വാഹന പരിശോധന തുടരുന്നുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഇതൊരു അപമാനിക്കൽ ശ്രമമായിരുന്നു എന്ന ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. GK, വടപുറത്ത് ഇപ്പോഴും ഈ വാഹന പരിശോധന നടക്കുന്നുണ്ട്. അത് 24 മണിക്കൂറുള്ള പരിശോധനയാണ്. 3 ഷിഫ്റ്റുകളായിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു വാഹന പരിശോധന സ്ക്വാഡ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന ആ ഒരു റിപ്പോർട്ട്, അതിൽ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതൊരു സാധാരണ പരിശോധനയാണ് ഇന്നലെയും നടന്നത്. അസ്വാഭാവികമായിട്ട് അതിലൊന്നും തന്നെയില്ല. അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു പരിശോധനയാണ്. അത് മാത്രമേ ഇന്നലെ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങളും, ഇവിടെ എത്തുന്ന എല്ലാ വാഹനങ്ങളും ഇവർ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ CISF, ഒപ്പം തന്നെ നമ്മുടെ പോലീസ്, മറ്റ് തിരഞ്ഞെടുപ്പുമായി ഡ്യൂട്ടിക്ക് ചുമതലപ്പെട്ടിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരടങ്ങുന്ന ടീമാണ് ഈ പരിശോധന നടത്തുന്നത്. എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സൂക്ഷ്മ പരിശോധനയിലേക്ക് പോകുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പ്രാഥമിക പരിശോധന ഈ വാഹനത്തിൽ നടത്തുകയും അതിന്റെ ഡ്രൈവറുടെയും ഒപ്പം തന്നെ ഈ വാഹനത്തിന്റെയും നമ്പർ എഴുതുകയുമാണ് ചെയ്യുന്നത്. ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കടക്കുന്ന 3 അതിർത്തികളിലാണ് പരിശോധന നടക്കുന്നത്. അതിലെ പ്രധാന വഴിയാണ് ഈ വടപുറം വഴി, ഈ കനോലി പ്ലോട്ട് വഴി നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കടക്കുന്നത്. അവിടെയാണ് ഈ പരിശോധന നടക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ കെ രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അബ്ദുൽ വഹാബ് MP, ഇവരുടെ രണ്ടുപേരുടെയും വാഹനം വന്നിരുന്നു. ഇത് പരിശോധിക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ഷോൺ ജോർജിന്റെ വാഹനം പരിശോധിച്ചു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് പ്രതികരിച്ചത്, ഒരു ദിവസം തന്നെ 5 തവണയൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്, അത് പണമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു റുട്ടീൻ പരിശോധന മാത്രമാണ്. അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഒരു ഷോ ആണ് എന്നുള്ള ഒരു പ്രതികരണമാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഷോൺ ജോർജ് നടത്തിയിരിക്കുന്നത്. ഈ വാഹന പരിശോധന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ അതിന്റെ ഡിക്കി തുറന്ന് അതിലെന്താണ് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പരിശോധന നടക്കുന്നു. ഇന്നലെയും അത് മാത്രമാണ് നടന്നത് എന്നുള്ളതും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അങ്ങനെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വടപുറത്ത് ഇപ്പോഴും തുടരുന്ന വാഹന പരിശോധനയാണ്. ഷോൺ ജോർജിന്റെ വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊരു ഭാഗത്ത് കാണാം. അതോടൊപ്പം തന്നെ അതിലൂടെ കടന്നു പോകുന്ന സംശയം തോന്നുന്ന വാഹനങ്ങൾ, അതല്ലെങ്കിൽ ഇതൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിപിൻ, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വടപുറത്ത് ഇപ്പോഴും പരിശോധനകൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഷോൺ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല UDF നേതാക്കൾക്ക് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിപിൻ, അതോടൊപ്പം ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ എന്ത് വിശദീകരണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? ഈ റിപ്പോർട്ട് പ്രകാരം അതിലൊരു അസ്വാഭാവികതയും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ പരിശോധന മാത്രം നടന്നിട്ടുള്ളൂ. അതിൽ മറ്റൊന്നും തന്നെ അതിന് ഒരു മുൻവിധിയോട് കൂടിയിട്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ റിപ്പോർട്ടിന്റെ ഒരു ഉള്ളടക്കമുള്ളത്. ഇന്നലെ ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ ഒരു പരിശോധനയ്ക്കപ്പുറം അതൊരു അപമാനിക്കലായി തീർന്നു, അപമാനിച്ചു എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. MP-യുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു, ഒപ്പം തന്നെ ഇവർ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്തരത്തിലുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് കയറിയ ആളുകളാണ്. പരിശോധനയ്ക്ക് ഞങ്ങൾ എതിരല്ല എന്നൊക്കെ UDF-ന്റെ നേതാക്കൾ പറയുമ്പോഴും ഇന്നലത്തെ നമ്മൾ അതിൽ കാണുന്നുണ്ട്. കാരണം അതിലൊരു ഭീഷണിയുടെ സ്വരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സർവീസിനുള്ള പാരിതോഷികം തരും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ നാടകം ഇറക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സംസാരം ഇന്നലെ രാത്രി തന്നെ നടന്നിട്ടുണ്ട്. അതിലൊരു തർക്കം ഇന്നലെ രാത്രി നടന്നിട്ടുണ്ട്. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ജനപ്രതിനിധികൾ, ലളിതമായി പറഞ്ഞാൽ സാധാരണ നിലയിൽ നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡുകൾ നടത്തുന്ന ഈ പരിശോധന, അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ? GK, ഇവരുടെ പരിശോധന എന്നതിനൊപ്പം തന്നെ ഇവർ ജനപ്രതിനിധികളാണ്, MP ആണ്, MLA ആണ് എന്നറിഞ്ഞിട്ടും വാഹനത്തിന്റെ ഡിക്കി തുറക്കാനും അവരുടെ പെട്ടി എടുത്ത് പുറത്തു വെച്ച് അത് തുറന്ന് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതുമാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അത്രയും വിശദമായിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് അത് LDF-ന്റെ നേതാക്കളാണെങ്കിൽ ഇവിടെ മന്ത്രിമാരും MLA-മാരുടെയും ഒരു പട തന്നെയുണ്ട്, അത്തരത്തിൽ പോകുന്നില്ല. ഒരു സാധാരണ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് അപ്പുറം ഈ പെട്ടി തുറന്ന് കാണിക്കണം എന്നുള്ള
എന്നുള്ളത് ആവശ്യപ്പെട്ടു ശരി, എന്നുള്ളതാണ് അതായത് ഷാഫി പരിശോധനയിൽ പറമ്പിൽ പറയുന്നത്. വിവേചനം നേരിടുന്നു എന്നതായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുണ്ടാവുന്ന ആരോപണം. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു എന്നുകൂടി വിപിൻ സി വിജയനും അതോടൊപ്പം തന്നെ ബി ദിലീപ് കുമാറിന്റെ റിപ്പോർട്ടിലും അത് കേൾക്കുന്നുമുണ്ട്. ഏതായാലും ഈ വിഷയം ഇതൊരു വലിയ വിവാദ വിഷയമാക്കേണ്ടതില്ല എന്ന ഒരു നിലപാട്, എന്നൊരു അഭിപ്രായം UDF-ലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് എന്നാണ് ദിലീപ് കുമാർ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും UDF നേതാക്കൾ അവിടെ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിവാദം മാറാൻ പോകുന്നത്? പാലക്കാടെ പോലെ തന്നെ മറ്റൊരു പെട്ടി വിവാദം സജീവമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാറുമോ നിലമ്പൂരിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.